തോട്ടിൽ വീണ് മരിച്ച വയോധികയുടെ സ്വർണ്ണാഭരണം കവർന്ന് പേരക്കുട്ടിയെ തൃശൂർ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻപീടിക സ്വദേശി 24 വയസ്സുകാരൻ യദുകൃഷ്ണനാണ് പിടിയിലായത്. മരിച്ച ഓമനയുടെ മകന്റെ മകനാണ് അറസ്റ്റിലായ യദുകൃഷ്ണൻ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 20-ാം തീയതി വൈകുന്നേരമാണ് പുത്തൻപീടിക ചുമ്മാർ റോഡ് സ്വദേശി പുളിപ്പറമ്പിൽ ഓമനയെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. വൈകിട്ട് 4:30 വരെ ഇവരെ വീടിന് പരിസരത്ത് കണ്ടതായി സമീപവാസികൾ പറയുന്നു. 2 ദിവസം പോലീസും ബന്ധുക്കളും നാട്ടുകാരും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. 3-ാം ദിവസം വൈകിട്ടോടെ പെരിങ്ങോട്ടുകര സ്കൂളിന് സമീപത്തെ കലുങ്കിനടിയിലെ തോട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. എന്നാൽ ഓമനയുടെ മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലാതിരുന്നത് സംശയത്തിനിടയാക്കി. പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങിമരണമാണ് രേഖപ്പെടുത്തിയത്. പരാതി ഉയർന്നതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഓമനയുടെ പേരക്കുട്ടിയായ യദുകൃഷ്ണൻ നഷ്ടപ്പെട്ട വളകൾ തൃപ്രയാറിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വച്ചതായി കണ്ടെത്തി. ഇതോടെ ഇയാളുടെ പണമിടപാടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു. സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു നടത്തിയ ചോദ്യം ചെയ്യലിൽ ഓമനയുടെ മരണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ ബന്ധുക്കളോടൊപ്പം യദുകൃഷ്ണനും വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെ അലമാരിയിലെ പേഴ്സിൽ കണ്ട 2 സ്വർണ്ണവളകൾ മോഷ്ടിക്കുകയായിരുന്നുവെന്നും തന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ പണയം വയ്ക്കുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു. ഇതിൽ സൂക്ഷ്മമായ അന്വേഷണം ആവശ്യമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്വേഷണത്തോട് പ്രതി സഹകരിക്കുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, അന്തിക്കാട് പ്രിൻസിപ്പൽ SI K അജിത്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളായ SI KK പ്രസാദ്, M സുമൽ, M അരുൺകുമാർ, CPO ES ജീവൻ, CPO KS സുമേഷ്, MM മഹേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 24 തൃശൂർ.